അറബി ഭാഷയിലെ രണ്ട് വാക്ക്, ഒന്ന് ഏകദേശം യോജിക്കുന്നതാണ്. ഒന്ന് ഫിദിയയാണ്, മറ്റൊന്ന് ഹദിയയാണ്. ഫിദിയയും ഹദിയയും ജസ്റ്റ് ഒന്ന് നമുക്ക് ചർച്ചയാക്കാം. അതായത് ഗിഫ്റ്റാണ്, മറ്റൊന്ന് പ്രായശ്ചിത്തമാണ്. ഗിഫ്റ്റും പ്രായശ്ചിത്തവും, അത് ഗിഫ്റ്റ് കൊടുക്കുന്ന സ്വന്തം ഇഷ്ടത്തിന് കൊടുക്കുന്നതും മറ്റുള്ളവർ ആവശ്യപ്പെടാതെയും കൊടുക്കാത്തതിനാണ്. അതായത് എനിക്ക് ഇന്നത് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഗിഫ്റ്റ് ആവുന്നത്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് നമ്മൾ ഹദിയ എന്ന് പറയാം. അറബ് നാട്ടിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരാളെ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് അവരുടെ മര്യാദയും കൾച്ചറും അതാണ്. വലിയ ഒരാളായിക്കോട്ടെ, നിങ്ങൾ അറബികളുടെ ഒരു കാര്യം സാധിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിസിറ്റ് ചെയ്യാനോ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കയ്യിൽ വെച്ചോളൂ. അത് അറബികളുടെ ഒരു മര്യാദയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഹദിയലക്, എത്ര വലിയ പണക്കാരനും കോടീശ്വരനും ഒരാളുടെ ഗിഫ്റ്റ് സ്വീകരിക്കും, പക്ഷെ ധർമ്മം അവരങ്ങനെ സ്വീകരിക്കൂല. അത് പാവപ്പെട്ടവന് മാത്രമാണ്. അപ്പോൾ ചെറിയ ഹദിയ എന്ന് പറയാം. അപ്പം രണ്ട് സംഗതി നമ്മൾ പഠിക്കുന്നത്, ഒന്ന് ഹദിയ, ഹദിയ മിൻ ഇന്ദിയ ഷേഖ്, ഇത് എൻ്റെ ഹദിയാണ്. ഹദിയ മിൻ ഇന്ദിയ സയ്യിദ, മാഡം ഇത് എൻ്റെ ഹദിയ. മിൻ ഇന്ദി എന്നാ പറയാം. മിന്നി എന്നും പറയാം, മിൻ ഇന്ദി, എൻ്റെ വക അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നുള്ള എൻ്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഹദിയ നല്ല പേക്കൊക്കെ ആക്കി നിങ്ങൾക്ക് കൊടുക്കാം. എന്നാൽ അത് അറിയാതെ ഫിദിയ എന്ന് പറയാൻ പാടില്ല. ഫിദിയ എന്നാൽ അത് പ്രായശ്ചിത്തമാണ്. ഫിദിയ അതായത് ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിന് പണിഷ്മെൻറ്റ് കിട്ടുന്ന സാധനങ്ങൾക്കാണ് ഫിദിയ എന്ന് പറയാറുള്ളത്. കാരണം അത് മറ്റുള്ളവർക്ക് ഇത്തരം തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു സർക്കാർ ഉണ്ടാക്കുന്ന നിയമമാവാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമത്തിനാണ് എന്താ പറയുക, ഫിദിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫിദിയ വേറെയാണ്, ഹദിയ വേറെയാണ്. അറബി ഭാഷൻ്റെ പ്രത്യേകത, ഏത് വാക്കുകളും ഒരേ ആംഗിളിലൂടെ പോകും. അത് രസമല്ലേ? എങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഒന്ന് ഗിഫ്റ്റും മറ്റൊന്ന് ഷിഫ്റ്റ് അല്ലല്ലോ. അതിങ്ങനെ ഇവിടെ അതിനോട് യോജിക്കുന്നൊരു വാക്കല്ലത്. ഗിഫ്റ്റിൻ്റെ യോജിക്കുന്ന വാക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റാണ് ഒന്ന്, അത് ഹദിയയാണ്. മറ്റൊന്ന് ഏതാണ്? ഫിദിയയാണ്. ഫിദിയ, ഫിദിയ. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കമ്പനിയിൽ എൻ്റെ കാരണത്താൽ ലോസ് ഉണ്ടായി. ഞാൻ എൻ്റെ കമ്പനിക്ക് ഞാൻ എന്താക്കുന്നു, ഒരു സംഗതി കൊടുക്കുന്നു. എൻ്റെ കാരണത്താൽ സംഭവിച്ച തെറ്റിനുള്ള ഫിദിയയാണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിദിയ. ഓക്കെ, പിന്നെ പലതിനും പണിഷ്മെൻ്റ് ഉണ്ട്. ആ പണിഷ്മെൻറ്റിനൊക്കെ ഫിദിയ എന്ന് പറയും. മൂന്നാമത്തെ ഒന്ന് സദക്കയാണ്. സദക്ക എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിത വിഭവങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുന്നതിനാണ് ധർമ്മം എന്ന് പറയാം. അത് സദക്ക എന്നാണ് പറയാം. ഓക്കെ, ഇനി നിർബന്ധമായ ഗിഫ്റ്റുകളുണ്ട്, ധർമ്മമുണ്ട്. അത് പണത്തിൻ്റെ മൂല്യം കണക്കാക്കിയിട്ട് കൊടുക്കുന്നതിന് സക്കാത്ത് എന്ന് പറയും. സക്കാത്ത് എന്ന് പറയും. അപ്പോൾ സക്കാത്ത് വേറെയാണ്, സദക്ക വേറെയാണ്, ഹദിയ വേറെയാണ്, ഫിദിയ വേറെയാണ്. ഈ ഫിദിയൻ്റെ അതേപോലത്തെ ഒരു വാക്കാണ് മുഖാലഫ എന്ന് പറയും. മുഖാലഫ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ്. ആ പണിഷ്മെൻറ്റിന് കിട്ടുന്ന ഒരു സാമ്പത്തികമായ കാര്യങ്ങൾക്കാണ് മുഖാലഫ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ പിന്നെ പലത് ജുർമാന എന്ന് പറയും. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. കൂടുതൽ അറിയുന്നതിന് അറബിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ശുക്രൻ, മഅസ്സലാമ.